ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളക്കര. തിരക്കിലമർന്ന നാടും നഗരവും. കണി വിഭവങ്ങൾക്ക് തീവില. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും ഒരുക്കി സപ്ലൈകോ. 1250 രൂപയുടെ സാധനങ്ങൾ 1001 രൂപയ്ക്ക്. സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 101 രൂപയുടെ കൂപ്പൺ കൈനീട്ടം. സമൃദ്ധിയുടെ വരവറിയിച്ച് വിഷു. ഒപ്പം ഭരണമാറ്റത്തിനായി തെരഞ്ഞെടുപ്പും. സൂര്യന്റെ രാശിമാറ്റവും നാടിന്റെ ഭരണമാറ്റവും ഏപ്രിൽ മാസത്തിൽ. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെ ആഘോഷമായ വിഷുവിന് ഇനി മണിക്കൂറുകൾ മാത്രം. കണിയൊരുക്കുന്നതിനും സദ്യവട്ടത്തിനുമുള്ള വിഭവങ്ങൾ വാങ്ങുന്നതിനുള്ള ഓട്ടത്തിലാണ് മലയാളികൾ. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമായ വിഷു വന്നെത്തി. മേടപ്പുലരിയിൽ കണി കണ്ടുണരുന്നത് ആ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. വേനലിലെ വിളവെടുപ്പ് ഉത്സവമാണ് വിഷു. അവരവരുടെ വീടുകളിൽ വിളവെടുക്കുന്ന വെള്ളരി, പച്ചക്കറികൾ, ചക്ക, മാങ്ങ, തേങ്ങ, പഴങ്ങൾ, കൊന്നപ്പൂവ് എന്നിവയാണ് കണിയൊരുക്കുന്നതിലെ പ്രധാന വിഭവങ്ങൾ. എന്നാൽ ഇന്ന് ഇവയെല്ലാം വില കൊടുത്തു വാങ്ങിയാണ് മലയാളി കണിയൊരുക്കുന്നത്. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടി ിരിക്കുന്ന കേരളീയർ എന്തു വില കൊടുത്തും സാധനങ്ങൾ വാങ്ങി കണിയൊരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് കൊന്നപ്പൂവ്. എന്നാൽ ഇക്കുറി ഫെബ്രുവരിയോടെ കൊന്നപ്പൂക്കൾ വിരിയാൻ തുടങ്ങിയതിനാൽ വിഷുവായതോടെ പൂക്കളും കൊഴിഞ്ഞ് കിട്ടാതായി. അതുകൊണ്ട് തന്നെ ഇത്തവണ കൊന്നപ്പൂവും കാശ് കൊടുത്തു വാങ്ങേണ്ട ഗതികേടിലാണ് നാട്. എല്ലാ വർഷവും മേടമാസം 1 വിഷുദിനമായി ആഘോഷിക്കുന്നത്. എന്നാൽ സൂര്യൻ മീനരാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് മാറുന്ന സംക്രമം ഇന്ന് രാവിലെ സൂര്യോദയത്തിന് ശേഷമാണ് സംഭവിച്ചത്. ജ്യോതിഷപ്രകാരം സംക്രമം ഉദയത്തിന് ശേഷം വന്നാൽ അടുത്ത ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത് എന്നതിനാലാണ് ഇക്കുറി മേടം 2 വിഷു ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിഷുപുലരിയിൽ കണി കണ്ടുണരാൻ കൃഷ്ണവിഗ്രഹങ്ങൾ കൂടിയേ തീരൂ. പാതയോരങ്ങളിലെമ്പാടും കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നു. 150 രൂപ മുതൽ 1500 രൂപ വരെയാണ് ഇവയുടെ വില. വിഷുക്കണി ദർശനത്തിലെ പ്രധാന ഘടകമാണ് കൃഷ്ണവിഗ്രഹം. വിഷുപുലരിയിൽ മലയാളിക്ക് കണി കണ്ടുണരാൻ കൃഷ്ണവിഗ്രഹങ്ങൾ കൂടിയേ തീരൂ. പാതയോരങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് എമ്പാടും. വിവിധ വർണ്ണങ്ങളിൽ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങൾ കോട്ടയം നഗരത്തിന്റെ പാതയോരങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. നീല നിറത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. ചെറുതും വലുതുമായ പല രീതിയിലുള്ള വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. അരയടി പൊക്കം മുതൽ 3.5 അടി വരെ പൊക്കമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണുള്ളത്. 150 രൂപ മുതൽ 1500 രൂപ വരെയാണ് വിഗ്രഹങ്ങളുടെ വില. രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്നുള്ളവരാണ് കോട്ടയം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങളുമായി എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായി സപ്ലൈകോ. വിഷുക്കണി പ്രത്യേക കിറ്റാണ് ഇക്കുറി സപ്ലൈകോയുടെ വിഷുക്കൈനീട്ടം. ഉപഭോക്താക്കൾക്ക് വിഷുക്കണിയും വിഷുക്കൈനീട്ടവുമായി സപ്ലൈകോയുടെ വിഷുക്കണി പ്രത്യേക കിറ്റാണ് ഇക്കുറി കൈനീട്ടമായി നൽകുന്നത്. 1250 രൂപ വിലയുള്ള 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി കിറ്റ് 1001 രൂപയ്ക്ക് സപ്ലൈകോയിൽ ലഭിക്കും. പഞ്ചസാര 1 കിലോ, ചെറുപയർ പരിപ്പ്, വൻപയർ, കടല എന്നിവ 1/2 കിലോഗ്രാം വീതം, ശർക്കരപ്പൊടി 1 കിലോ, 200 ഗ്രാമിന്റെ ശബരി പായസം മിക്സ്, 50 ഗ്രാമിന്റെ പായസക്കൂട്ട്, 100 മില്ലി മിൽമ നെയ്യ്, 100 ഗ്രാം വീതം ശബരി ജീരകം കടുക്, 1 കിലോ ശബരി സ്പെഷ്യൽ പുട്ടുപൊടി, 1 കിലോ ശബരി ഉപ്പുപൊടി, 100 ഗ്രാം ശബരി മസാലപ്പൊടി, 50 ഗ്രാം ശബരി ഗരം മസാലപ്പൊടി, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ശബരി ഗോൾഡ് ടീ ഇവ ഒരു തുണിസഞ്ചിയിലാക്കിയാണ് വിഷുക്കണി കിറ്റ്. വിഷുവിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സപ്ലൈകോ ചെയ്തിരിക്കുന്നതെന്ന് സപ്ലൈകോ പൊൻകുന്നം JN ഷൗക്കത്ത് പറയുന്നു. ഈ വിഷുകാലത്ത് സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ആശ്വാസമേകാൻ സപ്ലൈകോ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൊതുവിപണിയിലെ വിലക്കയറ്റം തടയുന്നതിനായി 13 ഇനം അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നുണ്ട്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പയർ വർഗ്ഗങ്ങൾ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ ഗുണമേന്മയുടെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും ലഭ്യമാണ്. തന്നെ വിഷുക്കണി കിറ്റ് എന്ന പേരിൽ 17 ഇനം സാധനങ്ങൾ ഉൾപ്പെടുന്ന ശബരി ബ്രാൻഡഡ് സാധനങ്ങൾ ഉൾപ്പെടുന്ന 17 ഇനങ്ങൾ വരുന്ന വിഷുക്കണി കിറ്റ് 1001 രൂപയ്ക്ക്, അതായത് യഥാർത്ഥ വില 1251 അത് സപ്ലൈകോ ജനങ്ങൾക്കായി 1001 രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നുണ്ട്. സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് കൈനീട്ടമായി 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പണുമായി ഈ മാസം 16 മുതൽ മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്നും സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 101 രൂപ കിഴിവ് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതിയൊരു ഭരണ തുടക്കത്തിനായി മലയാളികൾ വോട്ടിട്ടതിനു പിന്നാലെ സമൃദ്ധിയുടെ 1 വർഷക്കാലത്തിന് തുടക്കം കുറിച്ച് വിഷുവും എത്തിയിരിക്കുന്നു.
കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വിഷുവും മിക്കവാറും അടുത്തടുത്താണ് വരിക എന്ന കൗതുകത്തെ അടിസ്ഥാനമാക്കി ചില ചിന്തകൾ. പൊലിക പൊലിക, ഊര് പൊലിക, ഉലകം പൊലിക, നാട് പൊലിക, നഗരം പൊലിക എന്നാണ് വിഷുവിന്റെ ആശംസ. വിളവെല്ലാം നൂറുമേനി പൊലിക്കുന്ന ഒരു കാലത്തിന്റെ പ്രതീക്ഷയാണ് മേടത്തിലെ വിഷു. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും സമൃദ്ധിയുടെ ആശംസകളാണ്. പ്രകൃതി വിഭവങ്ങളാണ് കണിയൊരുക്കുക. സമ്പത്തിന്റെ പ്രതീകമാണ് കൈനീട്ടം നൽകുന്ന നാണ്യം. വിഷുഫലം അതിന്റെ പ്രവചനവും. വേനൽ കൃഷിയുടെ വിളവെടുപ്പിന്റെ ആഘോഷവും വർഷകൃഷിയുടെ ശുഭാരംഭവുമാണ് വിഷു സംക്രമ ദിനം. രാവും പകലും തുല്യമാകുന്ന ദിനം. സൂര്യൻ മീനരാശിയിൽ നിന്ന് മേടരാശിയിലേക്ക് സംക്രമിക്കുന്ന ദിനം. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു. ഒരു വിഷുക്കാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഏതാനും തവണകളായി വിഷുക്കാലമായ ഏപ്രിലിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 5 വർഷത്തെ ഭരണത്തിന്റെ വിധിയെഴുത്തും പുതിയൊരു ഭരണത്തിന്റെ തുടക്കവുമാണ് ജനാധിപത്യത്തിൽ വോട്ടെടുപ്പുകൾ. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലത്തിനായി കാത്തിരിക്കുന്ന ഇടവേളയിലാണ് ഇക്കുറി മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പൊൻകുന്നം. എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രൽ ആയിരിക്കണമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് പാലാ രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മത നേതാക്കന്മാരെ കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചാണ് സംസാരിക്കുന്നതെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രൽ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മിണ്ടാപ്രാണികളായിരിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഈ റിപ്പബ്ലിക് ഡെമോക്രസിയിൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്കൊക്കെ ഒന്നും പോകണ്ട. പക്ഷേ ആയിരക്കണക്കിന് വൈദികരും സമർപ്പിതരും മേലധ്യക്ഷന്മാരുമുള്ള ഈ സഭയിൽ മൂലയ്ക്ക് കൊണ്ടേയിരുത്തി മിണ്ടാപ്രാണികളായിരിക്കണം, ന്യൂട്രലായിരിക്കണം. ഇതൊക്കെ ആരോടാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എപ്പോഴും നമ്മൾ ന്യൂട്രലായിട്ടിരുന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാം നഷ്ടപ്പെടും. ഓൾവേസ് ന്യൂട്രൽ മീൻസ് ഓൾവേസ് ഇറലവൻസ്. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ന്യൂട്രലായിരിക്കണം. അതൊന്നും നടപ്പുന്ന കാര്യമല്ല. അത് നടപ്പിലാക്കാൻ ആരും ചിന്തിക്കുകയും ചെയ്യരുത്. റെസിൽ ആർട്ടിൽ വൈവിധ്യം തീർത്ത് കോട്ടയം സ്വദേശി ഗീതു പ്രദീപ്. ടെറേറിയത്തിൽ തുടങ്ങി റെസിൽ ആർട്ടിൽ എത്തി നിൽക്കുന്ന ഗീതുവിന്റെ കലാവൈവിധ്യം കണ്ണിന് കൗതുകമേകുന്നതാണ്. കോട്ടയം KPS മേനോൻ ഹാളിൽ കഴിഞ്ഞ ദിവസം ഇന്നർ വീൽ ക്ലബ്ബ് കോട്ടയം നോർത്ത് നടത്തിയ ലൈവ് പ്രദർശനത്തിന്റെ ഭാഗമായാണ് ഗീതു പ്രദീപ് തന്റെ റെസിൽ ആർട്ടുകൾക്കായി ഒരു ഗ്യാലറി ഒരുക്കിയത്. കോട്ടയംകാർക്ക് അധികം പരിചിതമില്ലാത്ത റെസിൽ ആർട്ടിൽ വൈവിധ്യം തീർത്തിരിക്കുകയാണ് ഇവിടെ ഗീതു. നമുക്ക് എക്കാലവും സൂക്ഷിച്ചു വെക്കേണ്ട എന്ത് സാധനങ്ങളും റെസിൽ ചെയ്ത് വെച്ചാൽ കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കാമെന്നതാണ് ഈ ആർട്ടിന്റെ പ്രത്യേകത. കോവിഡ് കാലത്ത് ഒരു കൗതുകത്തിന് തുടങ്ങിയ കലാവിരുത് ഇന്ന് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഗീതുവിന്. റെസിൽ ഉപയോഗിച്ച് ലോട്ടസ് പോട്ട്, ആഭരണങ്ങൾ, മൂൺലൈറ്റ്, റെസിൽ ക്ലോക്കുകൾ, ജുവലറി, ഫോട്ടോകൾ എന്നിവയെല്ലാം ഗീതു ചെയ്യുന്നുണ്ട്. ഏറെ ക്ഷമ ആവശ്യമുള്ള ജോലിയാണിതെന്നും ഗീതു പറയുന്നു. നമ്മുടെ പഴയ മഞ്ചാടി, കുന്നിക്കുരു, അതുപോലെ നമ്മുടെ മെമ്മറീസ് എന്തൊക്കെ നമ്മൾ റെസിനിൽ സൂക്ഷിച്ചു വെച്ചാലും അത് എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ കമ്മൽ, മാല, അതുപോലെ വരമാല പ്രിസർവേഷൻ, പിന്നെന്താ പോണ്ട്. ഇത് ഈ വിഷുവിന് ഇറക്കിയതാണ്. ലോട്ടസ് പോണ്ടിൻ്റെ ഒരു ക്ലോക്കിൻ്റെ സംഭവം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ചെയ്താൽ എന്താണെന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള നമ്മുടെ മെമ്മറീസ്, എന്താ പറയുക, അങ്ങനെയുള്ള ചില ഒരു യുണീക്കായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് റെസിനാർട്ടും ടെറേറിയവും നല്ലൊരു ഓപ്ഷൻ. റെസിൽ ആർട്ടിനെ പറ്റി അറിയാനും വരുമാനമാർഗമാക്കുന്നതിനും പഠിക്കുന്നതിനുമായി ധാരാളം പേർ ഗീതുവിനെ സമീപിക്കുന്നുണ്ടിപ്പോൾ. അതിനായി അവർ ഓൺലൈൻ ക്ലാസുകളും ആരംഭിച്ചു കഴിഞ്ഞു. റെസിൽ ആർട്ടിൽ താല്പര്യമുള്ളവർക്ക് 9744998107 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദേശീയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർ നേതൃത്വം നൽകുന്ന സയൻസ് ഔട്ട്റീച്ച് പ്രോഗ്രാം ഇൻസ്പയർ സയൻസ് വൈബ്സ് 2026 പള്ളിക്കത്തോട് അരവിന്ദ വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഏപ്രിൽ 16 മുതൽ 19 വരെ നടക്കും. അരവിന്ദ വിദ്യാമന്ദിരം 2018 ആരംഭിച്ച വൈജ്ഞാനികം പദ്ധതിയുടെ ഭാഗമായാണ് ഈ ക്യാമ്പ്. 10നും 16നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് ക്യാമ്പിൽ പ്രവേശനമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ RC കവിത, ക്യാമ്പ് ഡയറക്ടർ M സുബോധ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേശീയ സ്ഥാപനങ്ങൾ
നമ്മുടെ സയൻസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന് നമ്മുടെ സ്കൂളിന് അവസരം തന്നിരിക്കുന്നത്. ദേശീയ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിട്ടുള്ള അധ്യാപകർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്ന് കുട്ടികളുമായി സംവദിക്കുന്ന പ്രോഗ്രാമാണ് ഈ സയൻസ് ഔട്ട്റീച്ച് പ്രോഗ്രാം. ഈ പദ്ധതിയിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ഈ സയൻസ് ബൈബിൾ തിരുവനന്തപുരം ഐസറിലെയും ക്യുസാറ്റിലെയും അതുപോലെ ISROയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റുകളുമാണ് വരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളക്കര. തിരക്കിലമർന്ന നാടും നഗരവും കണി വിഭവങ്ങൾക്ക് തീവില. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും ഒരുക്കി സപ്ലൈകോ. 1250 രൂപയുടെ സാധനങ്ങൾ 1001 രൂപയ്ക്ക്. സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ 101 രൂപയുടെ കൂപ്പൺ കൈനീട്ടം. സമൃദ്ധിയുടെ വരവറിയിച്ച് വിഷു. ഒപ്പം ഭരണമാറ്റത്തിനായി തെരഞ്ഞെടുപ്പും. സൂര്യന്റെ രാശിമാറ്റവും നാടിന്റെ ഭരണമാറ്റവും ഏപ്രിൽ മാസത്തിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.